എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ തരത്തിലാണ് അഡ്മിഷൻ ഉള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എങ്ങനെ ഈ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് ആ ഒരു ജില്ല എന്നിവ സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ച കളറിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിലാണ്, ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു പേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നിങ്ങൾക്ക് ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ യുവർ റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നിങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 പേജുള്ള നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എത്ര ഫീസാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. അതുകൂടാതെ നിങ്ങൾക്ക് PTA ഫണ്ട് അതുപോലെ ഉള്ള ആ ഒരു ഫീസ് കൂടി എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഏകദേശം 1000-1500 രൂപയോളമാണ് വരിക. അപ്പോൾ നിങ്ങളുടെ ലഭിച്ച കോഴ്സ് അനുസരിച്ചാണ് ഈ ഒരു ഫീസിലൊക്കെ മാറ്റം വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഇന്ന ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ നേടണം എന്ന് പറയും. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും നിർബന്ധമായിട്ടും അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ഈ വർഷത്തെ അലോട്ട്മെൻറ്റിൽ ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടുകയുമില്ല. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള അപേക്ഷ ആ ഒരു ജില്ലയിലേക്ക് അപേക്ഷ നൽകുന്നതിനും സാധിക്കുന്നതല്ല. മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കാം, പക്ഷേ ആ ഒരു ജില്ലയിൽ പിന്നീട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് 2 തരത്തിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഒന്നാമത്തേത് ടെമ്പററി അഡ്മിഷനാണ്, അതുപോലെ രണ്ടാമത്തേത് പെർമനൻറ്റ് അഡ്മിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഫീസ് നൽകാതെയുള്ള താൽക്കാലിക അഡ്മിഷനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും താല്പര്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അതുപോലെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും നേടാവുന്നതാണ്. ഇനി ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ്സും ഫീസും സഹിതം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതുണ്ട്. അവിടെ സ്ഥിരപ്രവേശനമാണ് നേടേണ്ടത്. അതായത് ഒന്നാമത്തെ ഓപ്ഷന് മുകളിൽ മറ്റൊരു ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്ഥിരപ്രവേശനം, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ നേടണം എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.